السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് പരിശുദ്ധമായ ഇസ്ലാമിക ജീവിതം നയിക്കണം എന്ന് മുത്തഖികളും മുവഹിദുകളുമായി തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കണം എന്ന് ആമുഖമായി എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്, തീർച്ചയായും അത് മ്ലേച്ഛവൃത്തിയും മോശമായ മാർഗവുമാണ് എന്ന് സൂറത്തുൽ ഇസ്രായിലെ 32-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചു. ഇസ്ലാം ഏറ്റവും മ്ലേച്ഛമായ ഒരു പ്രവർത്തനമായി വൻകുറ്റങ്ങളിലാണ് സിന, വ്യഭിചാരത്തെ എണ്ണിയിട്ടുള്ളത് എന്ന് കാണാം. സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇണചേരുക എന്നുള്ളത് പവിത്രമായ വൈവാഹിക ബന്ധത്തിലൂടെ മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. അതല്ലാത്തതെല്ലാം മൃഗങ്ങളെക്കാൾ നാണിപ്പിക്കുന്നതും മനുഷ്യർക്ക് ഒരു കാരണവശാലും വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ ഉപയോഗിച്ചത്. വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, വലാ തഖറബു, നിങ്ങൾ അതിലേക്ക് അടുക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ മദ്യത്തെയും സംഗീതത്തെയും ഒക്കെ, സംഗീതം എന്ന് പറഞ്ഞാൽ വ്യഭിചാരിയുടെ മന്ത്രമാണ് എന്ന് സലഫുകളായ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് മ്യൂസിക്കും അതിനോടനുബന്ധിച്ചുള്ള താളമേളങ്ങളുള്ള മറ്റു കൂത്തുകളും പാട്ടുകളും അതേപോലെ തന്നെ മറ്റു തോന്നിവാസങ്ങളുമൊക്കെ അവസാനം വ്യഭിചാരത്തിലേക്കും തോന്നിവാസത്തിലേക്കും എത്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതാനുഭവമാണ്, നിരന്തരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാമോ, മുസ്ലിം ഉമ്മത്തിൽ ഈ വൈവാഹിക പവിത്രതയെ അങ്ങേയറ്റം നിസ്സാരവൽക്കരിച്ച ഒരു സമൂഹമാണ് ഷിയാക്കൾ. അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് നിലക്ക് അവർ ഈ പവിത്രത ലംഘിക്കുന്നുണ്ട്. വ്യഭിചാരം ഹറാമാണ് എന്ന് ഷിയാക്കളുടെ കിതാബുകളിൽ ധാരാളമായിട്ട് കാണാം. പക്ഷേ വ്യഭിചാരത്തിന് തുല്യമായ മറ്റൊരുപാട് പ്രവർത്തനങ്ങൾ ഇസ്ലാം വ്യഭിചാരത്തെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള സ്വവർഗഭോഗം, അതേപോലെ തന്നെ അത്തരം താൽക്കാലിക വിവാഹം, ഇങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെ സംഗതി വ്യഭിചാരം തന്നെയാണ്. ഇതൊക്കെ ലൈംഗിക വൈകൃതങ്ങളാണ്. പക്ഷേ ഇത് ഷിയഈ സമൂഹത്തിന് ഇന്നും അനുകൂലമാണ്. ഇന്നും ഷിയാ സമൂഹം ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും ബേജാറാകുന്നതും ഈ ഒരു കാര്യത്തിലാണ് എന്നുള്ളത് അവരിൽ പക്വതയുള്ള, സമൂഹത്തിൽ മാന്യതയും ന്യായവും വരണം, അരാജകത്വം ഇല്ലാതാകണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടാകുമല്ലോ ഷിയാക്കളിൽ. ഷിയാക്കളായ ആളുകൾ തന്നെ ഈ കാര്യം എടുത്തു പറയാറുണ്ട്. എന്താണ് മുത്അ വിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിശ്വാസമുണ്ട്, താൽക്കാലിക വിവാഹം എത്രയുമാകാം. ശരിയായ സാക്ഷികളെ വെച്ച് മഹർ കൊടുത്തിട്ടുള്ള കല്യാണം, രക്ഷിതാവ് തൻ്റെ മകളെ വരനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വിവാഹം, അത് പിന്നെ 4 പറ്റുള്ളൂ. എന്നാൽ താൽക്കാലിക വിവാഹം, മുത്അ വിവാഹം എന്നാണ് അവർ പേര് പറയുക, നിക്കാഹുൽ മുത്അ, അത് എത്രയുമാകാം. ഇത് വ്യഭിചാരത്തെ അനുവദിച്ചു കൊടുക്കലാണ്.
വിദ്യാർത്ഥികൾക്കിടയിൽ, യുവതികൾക്കിടയിൽ, ക്യാമ്പസുകളിലാണ് ഷിയാക്കളിൽ ഇത് വ്യാപകമായി കാണുന്നത്. ഷിയാക്കൾ തിങ്ങിത്താമസിക്കുന്ന രാജ്യങ്ങളിൽ, ഇറാനാകട്ടെ ബഹ്റൈനാകട്ടെ, ഷിയാക്കളുടെ ഹോട്ടലുകളിലും മറ്റു രീതികളിലുമൊക്കെ ഈ കോളേജിൽ നിന്നൊക്കെ വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കയറിപ്പോകാം. പർദ്ദയിട്ട് മുഖം മൂടിയിട്ട് കയറിപ്പോയാൽ ആര് ചോദിക്കാൻ? മുത്തഅ വിവാഹക്കാർക്ക് വേണ്ടി മാത്രം പ്രത്യേക സംവിധാനം. 1 മണിക്കൂർ നേരത്തേക്കുള്ള കല്യാണം എന്നുള്ളത് കൊണ്ട് അത് പവിത്രമാണ്, വ്യഭിചാരം എന്ന് വിളിക്കാൻ പറ്റൂല. അങ്ങനെ വ്യഭിചാരത്തിന് വേറെ പേരിട്ട് അത് സമൂഹത്തിന് ഹലാലാക്കി കൊടുത്ത പൗരോഹിത്യമാണ് ഇന്നും നിലനിൽക്കുന്ന ഖുമൈനിയുടെയും ഖാംനഈയുടെയും, നമ്മളിപ്പോൾ കേൾക്കുന്ന ഇറാനിലെ പേരുകേട്ട ഷിയാക്കൾ, അഹമ്മദി നജാദ് അടക്കമുള്ള ഷിയാക്കളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ ഇതൊക്കെ ഇവർ ഹലാലാണ് എന്ന് വിശ്വസിക്കും. ചിലപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് അതിശയോക്തിയാണ് എന്ന് തോന്നും. പക്ഷേ ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിലേക്ക്, ഷിയാക്കളിലേക്ക് ഇന്ന് കേരളത്തിൽ ഷിയാ പണ്ഡിതന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സംവദിക്കാനുമൊക്കെയുള്ള അവസരങ്ങളുണ്ട്. കാരണം കേരളത്തിലും അവർ വേര് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാപനങ്ങളും പള്ളികളുമൊക്കെ അവിടെ ചെന്ന് അവരുടെ ആശയങ്ങളെക്കുറിച്ച് ചോദിക്കാൻ അവർ അനുവദിക്കുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഇതൊന്നും അവർ നിഷേധിക്കുന്നില്ല. ഇതൊക്കെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചത് സ്വഹാബികൾ മറച്ചുവെച്ചതാണ് എന്നാണ് അവരുടെ വാദം. ഖുർആനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് ആയത്തുകൾ വേറെയുമുണ്ട്. മറച്ചുവെച്ച ആയത്തുകളിൽ ഇതൊക്കെ ഉണ്ട്. എന്നാൽ ഉള്ള ആയത്തിൽ തന്നെ ചില ദുർവ്യാഖ്യാനങ്ങൾ സുന്നികൾ, അഹ്ലുസുന്നയുടെ ആളുകൾ, സലഫികൾ നടത്തുകയാണ്. സൂറത്തു നിസായിൽ 24-ാമത്തെ ആയത്ത്, ഫമസ്തംതഅ്തും ബിഹി മിൻഹുൻ ഫആതൂഹുന്ന ഉജൂറഹുന്ന ഫരീദ, നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു കൂലി നിർബന്ധമായി നൽകുക, എന്നിട്ട് നിങ്ങൾ അവരെ ആസ്വദിക്കുന്നതിന് നിങ്ങൾ കൂലി കൊടുത്തുകൊള്ളുക. ഇതെന്താ വിഷയം? സൂറത്തു നിസായിൽ 24-ാമത്തെ ആയത്ത്. പറ്റുമെങ്കിൽ വീട്ടിൽ പോയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ഈ ആയത്ത് വായിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു വ്യാഖ്യാനം വായിച്ചു നോക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് മത്താഴിനെ സംബന്ധിച്ചാണ്. അതായത് ഒരു ഭാര്യ തലാഖ് ചെയ്യപ്പെട്ടാൽ, ഭർത്താവ് തന്റെ പത്നിയെ ഒഴിവാക്കിയാൽ, ഇനി അവൾ എത്രമാത്രം മോശം പ്രവർത്തിച്ചതിന്റെ പേരിലാണ് അവളെ ത്വലാഖ് ചൊല്ലുന്നത് എങ്കിൽ പോലും, ഇസ്ലാം അനുവദിച്ച കാരണങ്ങളാണ് തലാഖ് നടക്കുന്നത് എങ്കിൽ പോലും, ഇത്രയും കാലം നിന്റെ ഭാര്യയായി ജീവിച്ചതല്ലേ, നീ അവളുമായി ആസ്വദിച്ചതല്ലേ, അതുകൊണ്ട് നീ അവൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരു മത്താഴ് കൊടുക്കണം. എന്താണ് മത്താഴ്? മത്താഴ് എന്നുള്ളതിന്റെ ഏറ്റവും കൂടിയ അളവ് 1 വർഷത്തെ ഉപജീവനമാണ്. അത് വരന്റെ സാമ്പത്തിക നിലവാരം അനുസരിച്ചാണ് ഖാലിമാർ വിധിക്കേണ്ടത്. സമ്പത്ത് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൊടുത്താൽ മതി, കൂടുതലുള്ളവർക്ക് കൂടുതൽ കൊടുക്കാം. ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഫമസ്തഅ്തും ബിഹി മിൻഹുന്ന ഫആതൂഹുന്ന ഉജൂറഹുന്ന ഫരീദ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഈ ആയത്തിന് ഷിയാക്കൾ ദുർവ്യാഖ്യാനിച്ചു. അവർ പറഞ്ഞു, ഏതൊരു പെണ്ണുമായി നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അവൾക്ക് പക്ഷേ കൃത്യമായ ഒരു കൂലി കൊടുക്കണം. ഇതിനല്ലേ വ്യഭിചാരം എന്ന് പറയാം. അവർ വ്യഭിചാരം ഹറാമാണ് എന്ന് പറയുമ്പോൾ തന്നെ വ്യഭിചാരത്തിന് മുത്അ വിവാഹം എന്ന് പേരിട്ട് ലൈംഗിക അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു സമൂഹത്തെയാണ് കാണുക. ഖേദകരമായ വസ്തുത എന്താണ് എന്നറിയാമോ? ഈ മുത്അ വിവാഹം എന്ന വ്യഭിചാരത്തിന് ഇവർ കൊടുക്കുന്ന പവിത്ര സ്ഥാനം വായിച്ചാൽ നിങ്ങൾക്കറിയാം, ഈമാനിന്റെ കണികയെങ്കിലും ഉള്ളവൻ അങ്ങനെ പറയുകയില്ല. ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളും ഇസ്ലാമിനോട് കുടിപ്പക വെച്ച് പുലർത്തുന്നവരുമായ യഹൂദികളാണ് ഇസ്ലാമിനെ കുറിച്ച് ഇത്തരം വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. യഹൂദിയുടെ മനസ്സിൽ നിന്ന്, മനസ്സ് ദുഷിച്ചുപോയ യഹൂദിയുടെ മനസ്സിൽ നിന്നല്ലാതെ ഇത്തരം ഒരു വാചകം വരികയില്ല. അതെ, യഹൂദിയായ ഇബ്നു സബ ആണ് ഇത് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അവർ എഴുതിയ വാചകം നോക്കൂ. ഇസ്ലാമിനെ അവഹേളിക്കാൻ, ഇസ്ലാമിന്റെ റസൂലിനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കാൻ, സ്വഹാബത്തിനെ അപമാനിക്കാൻ, അലി റളിയല്ലാഹു അൻഹു അപമാനിക്കാൻ ഇതിനേക്കാൾ മോശമായ വാചകങ്ങൾ വേറെ വേണ്ടിവരികയില്ല. ഷിയാക്കളുടെ ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബുഖാരി, മുസ്ലിം, അതേപോലെ തന്നെ സിഹാഉ സിത്തകൾ, കുതുബ് സിത്ത, അതേപോലെ തന്നെ സിഹാഹുകൾ, മുസ്നദുകൾ, സുനനുകൾ, ഇതൊന്നും തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളൊന്നും തന്നെ, അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങളൊന്നും തന്നെ ഷിയാക്കൾക്ക് പഥ്യമല്ല. അവർക്ക് ഖുർആൻ കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും സഹിയായ കിതാബ് ഖുലൈനി എന്ന് പറയുന്ന കാഫർ, അയാൾ എഴുതി വെച്ചിട്ടുള്ള അൽ കാഫി എന്ന് പറയുന്ന കൃതിയാണ്. ആ അൽ കാഫി എന്ന കൃതിയിൽ, അതേപോലെ തന്നെ മല്ലാ യഹ്ലുറുൽ ഫഖീഹ് എന്ന് പറയുന്ന കൃതികളിൽ അവിടെയൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചില തത്വങ്ങൾ നബിയിലേക്ക് ചേർക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു, അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ 6-ാമത്തെ അല്ലെങ്കിൽ 5-ാമത്തെ ഇമാമിലേക്കോ അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിലേക്കോ അല്ലെങ്കിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെടുന്ന വചനങ്ങളാണ് ഷിയാക്കളുടെ ഹദീസുകൾ. നബിയിലേക്ക് ചേർക്കപ്പെടുന്ന വചനങ്ങൾ തുലോം വിരളമാണ്. എന്നാൽ നബി പറഞ്ഞു എന്ന് പറഞ്ഞ് കുറച്ച് വിഷയങ്ങൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവരെഴുതാണ്, മൻ തമത്ത ബിംറഅത്തിൻ മുഅ്മിനത്തിൻ കഅന്നമാ സാറൽ കഅബത 70 മറ. ഒരു സ്ത്രീയുമായി 1 തവണ മുത്അയിൽ ഏർപ്പെട്ടാൽ അവൻ 70 തവണ കഅബ സന്ദർശിച്ചവനെ പോലെയാണ്. നഊദു ബില്ലാഹ്. ഒരു വ്യഭിചാരം ചെയ്തവന് കഅബയിൽ പോയി ഉംറ ചെയ്ത കൂലി കിട്ടുമെന്നാണ്
ഈ ശൈത്വാന്മാർ എഴുതി വച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇവരാരെക്കുറിച്ചായി പറയുന്നത്? ഇതിൽ നിങ്ങൾക്കറിയാമോ, മുത്താ വിവാഹത്തിന് രക്ഷിതാവ് അറിയേണ്ട കാര്യമില്ല, സാക്ഷികൾ ആവശ്യമില്ല, ആണും പെണ്ണും തമ്മിൽ ഉടമ്പടി ഉണ്ടായാൽ മതി. സാമാന്യ ബുദ്ധിയുള്ള ഒരുത്തിന് മനസ്സിലാവില്ല ഇസ്ലാം ഇങ്ങനൊരു നിയമം തരികയില്ല എന്ന്. ഖുർആനിലോ സുന്നത്തിലോ ഇതില്ല. ഇവർ പറഞ്ഞു മറഞ്ഞു കിടക്കുന്ന ഖുർആനിൽ ഇതുണ്ട്. അതേപോലെ ഇവർ അലി റളിയല്ലാഹുവിന്റെ വാചകങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയത്. ഇനി ആറാമത്തെ ഇമാമായിട്ടുള്ള ഇമാം സാദിഖ് അലൈഹിസ്സലാം എന്നവർ വിശേഷിപ്പിക്കുന്ന ഇമാമിലേക്ക് ചേർത്തുകൊണ്ട് അവർ പറഞ്ഞു, ഇന്നൽ മുത്അത ദീനി വദീനി ആബായി ഫമൻ അമില ബിഹാ അമില ബിദീനിന വമൻ അൻകറഹ അൻകറ ദീനന. വാഴ്ത്തക്കഥ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വാഴ്ത്തക്കഥ ബിഗൈരി ദീനിന. അദ്ദേഹം പറഞ്ഞ കാര്യം, മുത്അ എന്ന് പറയുന്നത് എന്റെ ദീനാണ്. ഏത്? വ്യഭിചാരം. ഒരു ആണും പെണ്ണും ചുരുങ്ങിയത് ഒരു സമയത്തേക്ക്, ഒരു അവരുദ്ദേശിക്കുന്ന ഒരു ചെറിയ സമയം, അതൊരു ദിവസം പോലും വേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ ഒരു വർഷം, അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ, അവരെങ്ങനെയാണോ കരാറുണ്ടാക്കുന്നത്, ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഒരാളുമായി മുത്അ ഉണ്ടായിരിക്കെ മറ്റൊരാളുമായി മുത്അ പാടില്ല സ്ത്രീകൾക്ക്. പുരുഷന്മാർക്കപ്പോൾ അതും പറ്റും. ഇതാണ് ഷിയാക്കളുടെ വിശ്വാസം. അദ്ദേഹം പറഞ്ഞു, ഇത് എന്റെ ദീനാണ്, എന്റെ വാപ്പമാരുടെ ദീൻ, അതായത് അലി റളിയല്ലാഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അവരുടെ ദീനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനാണ്. ഫമൻ അമില ബിഹാ അമില ബിദീനിന. ആരെങ്കിലും മുത്അ വിവാഹത്തിൽ ഏർപ്പെട്ടാൽ നമ്മുടെ ദീനിന്റെ അമലാണ് അവൻ ചെയ്തത്. വമൻ അൻകറഹ അൻകറ ദീനന. ആരെങ്കിലും മുത്അ വിവാഹത്തെ തള്ളിക്കളഞ്ഞാൽ അവൻ നമ്മുടെ ദീൻ തള്ളി. വാഴ്ത്തക്കഥ ബിഗൈരി ദീനിന. അവൻ മറ്റേതോ മതത്തിലാണ് വിശ്വസിക്കുന്നത്, ഇസ്ലാം മതത്തിലല്ല. അപ്പൊ മുത്അ വിവാഹം വിശ്വസിക്കാത്തവൻ, ഞാൻ നേരത്തെ പറഞ്ഞു മൂസ മൂസവി, അദ്ദേഹം ലില്ലാഹി സുമ്മ ലിത്താരീഖി എന്ന കിതാബ് എഴുതി, അതേ പുസ്തകം എഴുതിയപ്പോൾ അതിൽ അദ്ദേഹം ഖുമൈനിയുടെ ഇറാഖിലെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്ന ആളാണ്. ഇറാനിൽ നിന്നും എപ്പോഴെല്ലാം ഖുമൈനി എന്ന് പറയുന്ന ആയത്തുള്ള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആയത്തു ശൈത്താൻ ഖുമൈനി ഇറാഖ് സന്ദർശിക്കാറുണ്ടായിരുന്നു. അവിടെ ഷിയാക്കളുടെ ഹൗസയിലെ പ്രഗത്ഭനായ പണ്ഡിതനും ഇമാമും അവിടെ തന്നെ പഠിച്ചു വളർന്ന ഷിയഈ ഭക്തനുമായിരുന്ന ഈ മൂസ മൂസവി എന്ന് പറയുന്ന വ്യക്തി അവിടെ ഖുമൈനി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയ വലിയ വീടുകളിൽ ആതിഥ്യം കൊടുക്കും. അവിടെയുള്ള 12 വയസ്സും 11 വയസ്സുമുള്ള പെൺകുട്ടികളുമായി പരസ്യമായി തന്നെ അദ്ദേഹം മുത്അ നടത്താറുണ്ട്. അദ്ദേഹത്തിന്റെ റൂമിലേക്ക് അവിടുത്തെ രക്ഷിതാക്കൾ ചെറിയ പെൺകുട്ടികളെ പറഞ്ഞയക്കുന്നത് അഭിമാനമായി കണ്ടിരുന്നു. ആ പെൺകുട്ടി അവിടെ വെച്ച് പുലർച്ചയോളം വാവിട്ട് കരയുന്നത് ആ ജനലുകളിലൂടെ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ആ ഷിയ പ്രസ്ഥാനത്തെ വലിച്ചെറിഞ്ഞ് സലഫിയത്തിലേക്ക് മടങ്ങുന്ന സമയത്ത് പ്രഖ്യാപനം നടത്തിയത് നിങ്ങൾക്ക് കാണാം. അത് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഷിയാക്കൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു, കൊന്നുകളഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരുപാട് കൃതികൾ, ഷിയാക്കളുടെ അധമത്വങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരുപാട് കൃതികൾ നമുക്ക് സംഭാവന നൽകിയതിനു ശേഷം മാത്രമേ അദ്ദേഹത്തെ കൊന്നുകളയാൻ അവർക്ക് സാധിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. അദ്ദേഹം ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ മല്ലാ യഹ്ദുറുൽ ഫഖീഹ് എന്ന ഷിഈ കൃതിയിലെ വരികൾ. മാത്രവുമല്ല, മറ്റു ചില കിതാബിലേക്ക് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. അതിന്റെ ആശയങ്ങൾ കേട്ടാൽ നമുക്കൊരു മിമ്പറിൽ വെച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം. ഒരു തവണ മുത്അ വിവാഹം നടത്തിയവന് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പദവിയുണ്ട് എന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത്. അതേ പ്രകാരം തന്നെ 2 തവണ മുത്അ വിവാഹം നടത്തിയാൽ അവന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പദവിയുണ്ടത്രേ. 3 തവണ മുത്അ വിവാഹം നടത്തിയാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ പദവി. 4 തവണ മുത്അ വിവാഹം നടത്തിയാൽ അവന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പദവി. വ്യഭിചരിച്ചാലേ അലിയുടെയും ഹസൻ ഹുസൈനിന്റെയും മുഹമ്മദ് നബിയുടെയും പദവിയിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് ഈ തമ്മാടികൾ വിശ്വസിക്കുന്നതും എഴുതി വച്ചിരിക്കുന്നതും അവരുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നതും. ഇത്രയും അപകടകാരികളാണ് ഇറാനിലും ഇറാഖിലും ബഹ്റൈനിലും ഖതീബിലുമെല്ലാമുള്ള ഷിയകളെന്ന് നാം ഇനി എന്നാണ് മനസ്സിലാക്കുക? അവരുടെ കിതാബുകളിൽ ഇന്നും അവർ വായിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. അവരുടെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം. നമ്മുടെ നാട്ടിലും ഈ വിഷയങ്ങൾ പറയുന്ന ആളുകളുണ്ടായി. വ്യഭിചാരത്തെ യുവതലമുറയ്ക്ക് ഹലാലാക്കി കൊടുത്താൽ, മറ്റെന്തെങ്കിലും ഒരു പേരിട്ട് ഹലാലാക്കി കൊടുത്താൽ എന്തൊരു അപകടകരമായ അവസ്ഥയായിരിക്കും. ഇസ്ലാമിൽ വിവാഹം നിർബന്ധമാക്കി വ്യഭിചാരം പ്രത്യക്ഷമായി വിരോധിക്കുന്നതിന് മുമ്പ്, വ്യഭിചാരം വിരോധിച്ചതിന് ശേഷവും ഏതാനും കാലഘട്ടങ്ങളിൽ താൽക്കാലിക വിവാഹം അനുവദിച്ചിട്ടുണ്ട്. മുത്അ എന്ന് പറഞ്ഞാൽ അതുപോലുമല്ല, അന്നിക്കാഹുൽ മുഅഖത്ത എന്ന് പറയും. എന്താ ഈ താൽക്കാലിക വിവാഹം? ദീർഘകാലത്തേക്ക് യാത്ര പോകുന്നവർ, വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടിയോ കച്ചവടത്തിന് വേണ്ടിയോ പോകുന്ന ആളുകൾ 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞ് അവർക്ക് തിരിച്ചു വരാൻ കഴിയൂ. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇന്നത്തേതുപോലുള്ള യാത്രാ സൗകര്യങ്ങളില്ല.
ദീർഘകാലം അവരുടെ കുടുംബം ഇവിടെയാണ്. അവരുടെ കുടുംബത്തെ അവർക്ക് ഭാര്യമാരെ അവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് അവിടെ ഒരു താൽക്കാലിക വിവാഹം നടത്താൻ അനുവാദമുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചപ്പോൾ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അനുമതി നൽകിയിരുന്നു. ആദ്യകാലത്ത് അവർക്ക് അനുമതി കൊടുത്തു. യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 6 മാസവും അതിൽ കൂടുതൽ സമയവും ഒക്കെ ഒരു നാട്ടിൽ ചെലവഴിക്കും. അപ്പൊ അവിടെയുള്ള ഏതെങ്കിലും പെൺകുട്ടികളെ അവർ മഹർ കൊടുത്ത് സാക്ഷി നിർത്തി ശരിയായ വിവാഹമാണ്, അവർ വിവാഹം കഴിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരുന്ന സമയത്ത് അവരെ ത്വലാഖ് ചൊല്ലാൻ അനുവദിച്ചു. ഇതാണ് താൽക്കാലിക വിവാഹം. ഇത് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ റോട്ടിൽ വെച്ചോ ബസ് സ്റ്റോപ്പിൽ വെച്ചോ കണ്ടുമുട്ടിയിട്ട് അവൾക്കൊരു പണം കൊടുത്ത് അവളുമായി വിവാഹം എന്ന പേരിൽ ഇണചേരുകയും എന്നിട്ട് അവർ നിശ്ചയിച്ച കാലപരിധി കഴിഞ്ഞാൽ ആ ബന്ധം ദുർബലപ്പെട്ടു പോവുകയും ചെയ്യുന്ന മുത്തഅല്ല ഇത്. എന്നാൽ ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഅ വിവാഹം വിരോധിച്ചിട്ടുണ്ട്. ഇത് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. നാടൻ കഴുതയുടെ മാംസവും മുത്തഅ വിവാഹവും അള്ളാഹു നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിന്റെ വേളയിൽ പറഞ്ഞ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ഉദ്ധരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മുത്തഅ വിവാഹം വിരോധിച്ചതാണ്, പ്രത്യക്ഷമായി വിരോധിച്ചതാണ്. ഇതറിയാത്ത ചില സ്വഹാബികൾ ഉണ്ടായിരുന്നു. മുത്തഅ വിവാഹം വിരോധിക്കപ്പെട്ട കാര്യം അറിയാതെ ആദ്യകാലത്ത് അത് അനുവദനീയമായിരുന്നല്ലോ. മുത്തഅ വിവാഹം എന്നല്ല അതിനെക്കുറിച്ച് പറയേണ്ടത്, മുഅഖ്ഖത്തായ കല്യാണം എന്നാണ്. പേരിന് വേണ്ടി നമുക്ക് മുത്തഅ എന്ന് പേരിടാം, താൽക്കാലികമായ ഒരു വിവാഹം. ഏതായിരുന്നാലും അതറിയാത്ത ഒരു സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു യുദ്ധ സന്ദർഭത്തിൽ മുത്തഅ വിവാഹം കഴിച്ച വിവരം ഖലീഫ അറിഞ്ഞു. അമീറുൽ മുഅ്മിനീൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി, ഇത് നബി വിലക്കിയ കാര്യം നീ അറിഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നീ ഇനി മേലാൽ ഇത്തരം ഒരു വൃത്തിയിൽ ഏർപ്പെട്ടു പോകരുത്. ആ വിവരം അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ അറിഞ്ഞ സമയം അദ്ദേഹം ആ വൃത്തിയിൽ നിന്ന് മാറുകയും അത് മനസ്സിലാക്കിയ മുഴുവൻ സ്വഹാബികളും എന്നത്തേക്കുമായി മുത്തഅ വിവാഹം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവസാനിപ്പിക്കുകയും ചെയ്തതിന്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബാക്കി ഞാൻ വായിക്കേണ്ടതില്ല. ഒരാണും പെണ്ണും വ്യഭിചാരം ചെയ്ത് അഥവാ മുത്തഅ വിവാഹം ചെയ്ത് അവർ രണ്ടാളും കുളിച്ചാൽ ആ കുളിക്കുന്ന സമയത്ത് മുടിയിലൂടെ ഇറ്റി വീഴുന്ന ഓരോ തുള്ളി വെള്ളവും മലക്കുകളായി മാറും. ഞാൻ മിമ്പറിൽ വെച്ച് വായിക്കേണ്ടെന്ന് വിചാരിച്ചത് ഈ ശൈത്താന്മാരെ വാക്കുകൾ. എന്നിട്ട് ആ മലക്കുകളൊക്കെ അവർക്ക് ആശംസകൾ നേർന്നുകൊണ്ടിരിക്കും. അഊദുബില്ല, ഇതൊരു മുസ്ലിം എഴുതേണ്ട വാക്കാ, പക്ഷേ ഇത് അഹ്ലു ഷിയ്യത്തിന്റെ വിശ്വാസമാണ്. ഷിയാക്കളും സുന്നികളും തമ്മിൽ ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? ശൈത്വാനും മലക്കും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഷിയകളെ അവരെത്ര വലിയ ലോഹയിട്ടാലും എത്ര വലിയ തലപ്പാവ് ധരിച്ചാലും എത്ര നീട്ടിയ താടിയുണ്ടെങ്കിലും എത്ര അറബിയിൽ അവർ പ്രഭാഷണം നടത്തുന്നവരാണെങ്കിലും ഷിയകളെ ഒരു മുസ്ലിമിന് അവന്റെ മാതൃകയായിട്ടോ അവന്റെ വൃത്തത്തിലോ കാണാൻ കഴിയുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അഷിയത്തു അഖ്സാമൻ വ അൻവാഉൻ. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഷിയാക്കൾ പല ജാതിയുണ്ട്. ദക്കറഹാ ബഅ്ദുഹും 22 നൗഅ. ചില ആളുകൾ 12 ഇനമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ലാക്കിന്നൽ ബാത്തിനത മിൻഹും, അവരിൽ ബാത്തിനിയാക്കൾ ഉൾസാര വ്യാഖ്യാനം, ഖുർആനിനെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വ്യാഖ്യാനമല്ലാത്ത, സ്വഹാബികൾ മനസ്സിലാക്കിയിട്ടുള്ള വ്യാഖ്യാനമല്ലാത്ത, ഇവരുടെ ചിന്തയിൽ നിന്ന് ഉണ്ടായി വരുന്ന ഉൾസാര വ്യാഖ്യാനങ്ങൾ. ഏതുപോലെ കൽ ജഅഫരിയ വൽ ഇമാമിയ, ജഅഫരി മദ്ഹബ് പോലെ ഇമാമി മദ്ഹബ് പോലെ, അത്ബാഉൽ ഖുമൈനി അൽ ഇസ്നാശരിയ, ഇസ്നാശരി ശിയാക്കളായ ഖുമൈനിയുടെ പിൻഗാമികൾ, ഇവരൊക്കെ ബാത്തിനികളാണ്. ഹൗലാഇ ലാ ശക്ക ഫീ കുഫ്രിഹിം, ഖുമൈനിയാകട്ടെ ജഅഫരികളാകട്ടെ ഇമാമികളാകട്ടെ അവരെല്ലാം കാഫിറുകളാണ് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ലിഅന്നഹും റാഫിള, കാരണം അവർ സ്വഹാബികളെ തള്ളിയവരാണ്. ഖുസൂസൻ പ്രത്യേകിച്ചും ഖാദത്തുഹും വഅയിമ്മത്തുഹും, അവരുടെ നേതാക്കൾ അവരുടെ ഇമാമുകൾ, അല്ലദീന യദഊന ഇല ശിർകി ബില്ലാഹ്, ഷിയാക്കൾ അല്ലാഹുവിന്റെ ശിർക്കിലേക്ക് ക്ഷണിക്കുന്നു. വഇബാദത്തി അഹ്ലിൽ ബൈത്ത്, അഹ്ലുൽ ബൈത്തിനെ ആരാധിക്കാൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെ ആരാധിക്കാൻ, ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരെ ആരാധിക്കാൻ ക്ഷണിക്കുന്നവരാണ് ഖുമൈനി അടക്കമുള്ള അലി ശരീഅത്തി അടക്കമുള്ള ഇമാമികളായിട്ടുള്ള ഈ നേതാക്കളെന്ന് അദ്ദേഹം ഫത്വ നൽകി. മാത്രവുമല്ല വയഗ്ലൂന ഫീ അലിയിൻ, ഷിയാക്കൾ അലി റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ അതിര് വിട്ടിട്ടുണ്ട്. വയഅബ്ദൂനഹു മിൻ ദൂനില്ലാഹ്, അവർ അല്ലാഹു അല്ലാത്ത സൃഷ്ടികളെ ആരാധിക്കുന്നവരാണ്. വഫിൽ ഹസൻ വൽ ഹുസൈൻ, ഹുസൈൻ ഹസൻ റളിയല്ലാഹുവിന്റെ കാര്യത്തിലും ഹുസൈൻ റളിയല്ലാഹുവിന്റെ കാര്യത്തിലും അതിര് വിട്ടവരാണ്. വയറൗന അന്നഹും യഅലമൂനൽ ഗൈബ്, ഇമാമുകൾക്ക് അല്ലാഹു മാത്രം അറിയുന്ന ഗൈബ് ഇമാമുകൾക്കും അറിയാമെന്നവർ വിശ്വസിക്കുന്നു. വഅന്നഹും മഅ്സൂമൂൻ, ഒരിക്കലും പാപങ്ങൾ സംഭവിക്കാത്ത പാപരഹിതരാണ്, മഅ്സൂമുകളാണ് എന്ന് ഇമാമുകളെ കുറിച്ച് അവർ വിശ്വസിക്കുന്നു. വയദ്ദഊന അന്ന അലിയൻ ഹുവൽ ഇലാഹ്, അവരിലൊരു വിഭാഗം അലി ഇലാഹാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഹാക്കദാ നുസൈരിയ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഐസിസ് പോലുള്ള പ്രവർത്തനങ്ങൾ,
പ്രവർത്തനങ്ങൾ അവർക്ക് സഹായം നൽകുന്ന ഹിസ്ബുള്ളയെ പോലുള്ളവർ നുസൈരികളാണ്. ആ നുസൈരികളും എന്താണ്? അവർ ഷിയാക്കളാണ്. ഇതേ വിശ്വാസങ്ങൾ, പിഴച്ച വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്. വഹാക്കദൽ ഇസ്മായിലികളും അങ്ങനെ തന്നെ. ഹൗലായി മിൻ അക്ഫരിന്നാസ്, ഇവരാണ് ജനങ്ങളിൽ ഏറ്റവും കാഫറായിട്ടുള്ളത്. ഈ ഷിയാക്കളെക്കാൾ കാഫറായ ഒരു വർഗം ഈ ലോകത്ത് വേറെയില്ല എന്നും ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹം ഫത്വ നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും അവരുടെ ഇമാമുകളെ കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു. അമാമത്തുഹും, എന്നാൽ അവരിലെ സാധാരണക്കാർ ഫഹും ജഹലത്തുല്ലാലൂൻ, അവർ വിവരമില്ലാത്തവരും വഴിതെറ്റിപ്പോയവരുമാണ്. സാധാരണക്കാർക്ക് ജഹലിന്റെ വിഷയത്തിൽ കിട്ടുന്ന അറിവ് ഇമാമുകൾക്കും ഖാലിമാർക്കും ഒരു കാരണവശാലും നൽകുക എന്നുള്ളത് ഈമാനിന്റെ കണികയെങ്കിലും ഹൃദയത്തിലുള്ള ഒരു മുവഹിദിന് പാടുള്ളതല്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ലാക്കിൻ അയിമ്മത്തഹുൽ കിബാർ, അവരുടെ വലിയ കിബാറുകളായ ഇമാമുകൾ, വഉലമാഅഹും, അവരുടെ പണ്ഡിതന്മാർ, യഅരിഫൂന ഹാദിഹിൽ ഉമൂർ, ഇതൊക്കെ അവർക്കറിയാം, അവർക്കൊരു ജഹലിന്റെ ഉദുറുമില്ല. വയഅ്തഖിദൂന ഹാദിഹിൽ ഉമൂർ, ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നവരാണ് അവരുടെ നേതാക്കൾ. നഊദു ബില്ലാഹ്, അല്ലാഹുവിൽ രക്ഷ ചോദിക്കുന്നു. വമൻ അദല്ലുൻ നാസി, ആരാണ് ജനങ്ങളിൽ ഏറ്റവും വഴിപിഴച്ചവർ? വഅബഅദുഹും, ജനങ്ങളിൽ ഇസ്ലാമിൽ നിന്ന് അനിൽ ഹുദാ, ഹിദായത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വേറിട്ട് പോയവർ ഇവരല്ലാതെ മറ്റാരാണ് എന്നാണ് ഇബ്നു ബാസ് ചോദിക്കുന്നത്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, വഫീഹിം ശിയത്തുൻ, ശിയാക്കൾ വേറെ ഒരു കൂട്ടരുണ്ട്, ജഹലത്തുൻ, അവർ അറിവില്ലാത്തവരാണ്. ലാ യഗ്ലൂന ഫി അഹ്ലിൽ ബൈത്ത്, അവർ അലി റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ അതിരുവിട്ടിട്ടില്ല, അഹ്ലു ബൈത്തിന്റെ കാര്യത്തിലും അതിരുവിട്ടിട്ടില്ല. വലാ യഅബുദൂനഹും മിൻ ദൂനില്ലാ, അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാറില്ല, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാറില്ല. വലാ യഅ്തഖിദൂന അന്നഹും യഅലമുനൽ ഗൈബ്, ഷിയാക്കളിൽ ഒരു വിഭാഗമുണ്ട്, അവർ ഇമാമുകൾക്ക് ഗൈബ് അറിയാമെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ അവരെങ്ങനെ ഷിയാക്കളായി പോയി? വലാകിൻ യുഫദ്ദിലൂന അലിയൻ, അബൂബക്കർ റളിയല്ലാഹുവിനേക്കാളും ഉസ്മാൻ റളിയല്ലാഹുവിനേക്കാളും ഉമർ റളിയല്ലാഹുവിനേക്കാളും ഉസ്മാൻ റളിയല്ലാഹുവിനേക്കാളും അലിയെ അവർ ഒന്നാമനായി കണ്ടു. ഖിലാഫത്തിന്റെ കാര്യത്തിൽ വഞ്ചന നടത്തിയെന്ന് മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ. അവരും ഷിയാക്കളാണ്, സെയ്ദികളെ പോലെ. അവരെ നമ്മൾ പിഴച്ച ഷിയാക്കൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ന്യൂനപക്ഷം. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന, ഇപ്പോൾ യഹൂദികളുമായി പോരാട്ടം നടത്തുന്നത് നാം കരുതുന്ന ഷിയാക്കളൊക്കെ ഉണ്ടല്ലോ, ഇസ്നാശരികളാണ്, അതേപോലെ ബാത്തിനികളാണ്, റാഫിദികളാണ്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിരുവിട്ടുപോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദാ ഗലത്തുൻ വജഹലുൻ വമഅസിയ, ഈ ഷിയാക്കൾക്ക് സംഭവിച്ചിരിക്കുന്ന അലിയാണ് ഒന്നാമത്തെ അമീറാകേണ്ടത് എന്ന വാദം അത് അബദ്ധമാണ്, അത് വിവരക്കേടാണ്, അത് മഅസിയത്ത്, ഒരു പാപമാണ് അവരിൽ സംഭവിച്ചിട്ടുള്ളത്. ലാക്കിൻ, എന്നാൽ മായകൂനൂന കുഫാരൻ, അവർ കാഫിറുകളായിട്ടില്ല. യകൂനൂന ഉസാത്തൻ, അവർ പാപികളായിട്ടുണ്ട്. വയകൂനൂന മുബ്തദിയത്തൻ, അവർ ബിദ്അത്തായി വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നവരായിട്ടുണ്ട്. വലാ യകൂനൂന കുഫാറ, അവർ കാഫിറുകളായിട്ടില്ല. എപ്പോഴല്ലാതെ? ഇനി എപ്പോഴാ ഒരു ഷീ കാഫിറാകുന്നത്? ഇല്ല, ഇങ്ങനെയാണെങ്കിൽ ഒഴികെ. ഇനി ഞാൻ പറയാൻ പോകുന്ന രൂപത്തിലാണെങ്കിൽ അവരും കാഫിറുകളാകും. ഇദാ ഗലൗ ഫീ അഹ്ലിൽ ബൈത്ത്, അഹ്ലു ബൈത്തിന്റെ കാര്യത്തിൽ അതിരുവിട്ടാൽ, വഅബദൂഹും മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തു, അഥവാ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തു. വഖാലൂ ഫീ അലിയിൻ വഅഹ്ലിൽ ബൈത്തി അന്നഹും യഅലമൂനൽ ഗൈബ, അലിയാകട്ടെ അഹ്ലു ബൈത്താകട്ടെ അവർക്ക് ഗൈബ് അറിയാമെന്ന് വിശ്വസിച്ചു. ഔ അന്നഹു തജൂസു ഇബാദത്തുഹും മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകാമെന്ന് അവർ വിശ്വസിച്ചു. ഔ അല്ലെങ്കിൽ ഖാലു, അവർ പറഞ്ഞു, അന്നഹും അഫ്ദലു മിനൽ അംബിയാ, ഇമാമുകൾ അംബിയാക്കളെക്കാൾ അഫ്ളലാണ്. നേരത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഹുമൈനിയുടെ അൽ ഹുക്കുമത്തുൽ ഇസ്ലാമിയയിൽ, മലയാളത്തിലേക്ക് സിമിക്കാർ വിവർത്തനം ചെയ്തിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഇമാമുകൾ നബിമാരോ മലക്കുകളോ എത്തിപ്പിടിക്കാത്ത പദവികൾ എത്തിപ്പിടിച്ചവരാണ്, അവരെക്കാൾ ഉന്നതനാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫറായി. ഔ ഖാലു അന്നഹും അഫ്ളലു മിനൽ അംബിയാ വഅന്നഹും ഫൗഖ മുഹമ്മദിൻ വൽ അംബിയാ, ഇമാമുകൾ നബിയേക്കാളും അതേപോലെ തന്നെ മറ്റു അംബിയാക്കളെക്കാളും മുകളിലാണ് എന്ന് വിശ്വസിച്ചാൽ, കമാ യഖൂലുൽ ഹുമൈനി ഫീ റിസാലത്തിഹി അൽ ഹുക്കുമത്തുൽ ഇസ്ലാമിയ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഉയർത്തി കാണിച്ചു തന്ന പുസ്തകമാണ് അൽ ഹുക്കുമത്തുൽ ഇസ്ലാമിയ എന്ന പുസ്തകത്തിൽ ഹുമൈനി പറഞ്ഞു, യഖൂൽ ഇന്ന അയിമ്മതനാ ബലഗു മൻസിലതൻ, നമ്മുടെ ഇമാമുകളൊക്കെ ഒരു പദവിയിലെത്തിയിട്ടുണ്ട്. ഏതാണ് ആ പദവി? മാ ബലഗഹാ മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസലുൻ, അല്ലാഹുവിലേക്ക് അടുപ്പം ലഭിച്ച മലക്കുകളോ അല്ലാഹു അയക്കപ്പെട്ട റസൂലുമാരോ എത്തിയിട്ടില്ലാത്ത പദവി അത് ഇമാമുകൾക്കുണ്ട് എന്ന് അല്ലാഹു ഇവരുടെ ശർറിൽ നിന്നും അവരുടെ പിഴപ്പിക്കലുകൾ നമ്മുടെ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇബ്നു ബാസ് തുടരുന്നു റഹിമഹുല്ലാ, വഹുക്കാമു ഇറാനിൽ യൗം, ഇന്നത്തെ ഇറാനിലെ ഭരണാധികാരികൾ, മിൻ അളല്ലിന്നാസി വഅക്ബരിഹിം, ലോകത്തുള്ള ജനങ്ങളിൽ ഏറ്റവും വഴിപിഴച്ചവരും ഏറ്റവും വലിയ കാഫിറുകളുമാണ്.
ഇറാനിലെ ഷിയാക്കളെ കുറിച്ച് ഇബ്നു ബാസ് പറയുന്നു, മിൻ അളല്ലിൻ നാസി വാഖ്ഫരിഹിം, അവർ ജനങ്ങളിൽ ഏറ്റവും പിഴച്ചവരും ഏറ്റവും കാഫറായവരുമാണ്. വൈൻ തലാഹറു ബിൽ ഇസ്ലാം, അവർ ഇസ്ലാമിനെ പുറത്തേക്ക് കാണിക്കുന്നുണ്ടെങ്കിലും മുസ്ലിങ്ങളാണ് എന്നവർ വാദിക്കുന്നുണ്ടെങ്കിലും നഊദു ബില്ലാഹ്, നമുക്ക് അല്ലാഹുവോട് രക്ഷ ചോദിക്കാം. ലിഅന്നഹും, കാരണം ഷിയാക്കൾ ദുആത്തുൽ ശിർക്കിന്റെ പ്രബോധകരാണ്. ദുആത്തുൽ ഇബാദത്തി ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകരാണ്. ദുആത്തുൽ റഫ്ദ്, സ്വഹാബികളെ തള്ളിക്കളയാൻ പ്രബോധനം നടത്തുന്ന പ്രബോധകരാണ്. ദുആത്തുൽ സബ്ബി സ്വഹാബ, സ്വഹാബികളെ ചീത്ത വിളിക്കാൻ പ്രബോധനം നടത്തുന്നവരാണ്. വലഅനി സഹാബ, സ്വഹാബികളെ ശപിക്കാൻ വേണ്ടി പറയുന്നവരാണ്. വൽ ഗുലൂവു ഫി അലിയും വഅഹ്ലിൽ ബൈത്ത്, അതേ പ്രകാരം തന്നെ അവർക്ക് അലിയുടെ കാര്യത്തിലും അഹ്ലു ബൈത്തിന്റെ കാര്യത്തിലും അതിരുവിടൽ സംഭവിച്ചിട്ടുണ്ട്. വഅന്നഹും മഅസൂമൂന യഅലമൂനൽ ഗൈബ്, ഈ ഇമാം അലി റളിയല്ലാഹു അൻഹു ആണെങ്കിലും അതേപോലെ തന്നെ അയിമ്മത്താണെങ്കിലും അവർ മഅസൂമുകളാണ്, തെറ്റുപറ്റാത്തവരും അദൃശ്യമറിയുന്നവരുമാണ് എന്ന് ഈ കൂട്ടർ വിശ്വസിക്കുന്നു, ഇന്നത്തെ ഷിയാക്കൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഅന്നഹും യുഅബദൂന വയുദ്ഔന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകളും പ്രാർത്ഥനയും കൊടുക്കുന്നു. എങ്ങനെയെന്നാൽ യുസ്തഗാസു ബിഹിം, അല്ലാഹു അല്ലാത്തവരോട് അവർ ഇസ്തിഗാസ ചെയ്യാറുണ്ട്. വയുൻസറു ലഹും, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേരാറുണ്ട്. ഇലാ ഗൈരി ദാലിക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയാൽ നമുക്കിത് അദ്ദേഹത്തിന്റെ ശബ്ദം, വോയിസ് തന്നെ കേൾക്കാൻ സാധിക്കും. സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇത്രയും പിഴച്ച വിശ്വാസം വെച്ചു പുലർത്തുകയും മുസ്ലിം ഉമ്മത്തിനെ മലീമസമാക്കുക എന്ന യഹൂദിയുടെ അജണ്ട നടപ്പാക്കുകയും ചെയ്യുന്ന ഇസ്ലാമിന്റെ അകത്തുള്ള ശത്രുക്കളാണ് ഷിയാക്കൾ എന്ന് തിരിച്ചറിയുക. അവരുടെ ഫിത്തനയിൽ നമ്മുടെ നാട്ടിലെ ധാരാളം മുസ്ലിങ്ങൾ അകപ്പെട്ടിട്ടാണ്. ഇവിടെ ദർഗ വ്യവസായവും ജാറപൂജയും ചാവടിയന്തരങ്ങളും ഉറുക്കുനൂലുകളും ഇതൊക്കെ ഷിയാക്കളിലൂടെ മാത്രം നമ്മുടെ അരികിലേക്ക് കടന്നു വന്നാണ്. ദിവസങ്ങൾക്കും മാസങ്ങൾക്കും നഹ്സ് നിശ്ചയിക്കുന്ന സ്വഭാവം, കല്യാണം നടത്താൻ പറ്റൂല, കച്ചവടം തുടങ്ങാൻ പാടില്ല, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ദിവസങ്ങളിലേക്ക് നിശ്ചയിച്ച് നഹ്സ് പറയുന്ന സമ്പ്രദായം, അത് യഹൂദികളുടെ സമ്പ്രദായമാണ്, അത് ഷിയാക്കളുടെ സമ്പ്രദായമാണ്. അഹ്ലുസുന്നയിൽ ഇല്ലാത്തതാണ്. ഷിയാക്കളിൽ നിന്നും നമ്മുടെ നാട്ടിൽ ഏതെല്ലാം വിശ്വാസങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നും കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകാം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ ദുഷിച്ച വിശ്വാസങ്ങളിൽ നിന്നും ശരിയായ പ്രാമാണികമായ പഠനങ്ങൾ കാരണമായി അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഊസികും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. മുത്തുഅ വിവാഹം എന്ന വ്യഭിചാര വൈകൃതം, അത് ഷിയാക്കളുടെ ഏറ്റവും വലിയ ഒരു ന്യൂനതയും. പിന്നെ എങ്ങനെയാ ആ ഉമ്മത്തിൽ നിന്ന് വേറൊരാൾ വിട്ടുപോവുക? ഇത് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു ഉമ്മത്ത് അള്ളാഹു ഹിദായത്തിന് വെളിച്ചം നൽകാതെ ഈ തോന്നിവാസങ്ങൾ, ഇതിന് ജാഹിലിയ ജീവിതം നയിച്ചാൽ പോരെ, ഇസ്ലാമിന്റെ ആവശ്യമുണ്ടോ? ജാഹിലിയ കാലത്തുള്ള എല്ലാ തോന്നിവാസങ്ങളും വകവെച്ചു കൊടുക്കാനാണെങ്കിൽ, ഇനി ഞാൻ ബാക്കിയുള്ളത് വായിക്കുന്നില്ല. ദർസുകളിൽ പഠിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഖുമൈനി അടക്കമുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന ഫത്വയാണ്. ദർസുകളിൽ പഠിക്കുന്ന ആളുകൾ പ്രായപൂർത്തി എത്തിയവരാണെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാൻ പ്രയാസമുള്ള ഘട്ടങ്ങളിൽ അവർ സ്വവർഗഭോഗം നടത്തുന്നതിന് വിരോധമില്ല. അതിനൊരു പേരുണ്ട് അവർക്ക്, എന്താണ്? ഇസ്തിആറത്തുൽ ഫർജ്, ലൈംഗികാവയം വാടക കൊടുക്കുന്ന പരിപാടിയാണ്. നഅൂദുബില്ലാ, പല പേരിട്ടിട്ട് പല തോന്നി, ബാക്കി ഞാൻ വായിക്കുന്നില്ല. ഇത്രയും അധമരാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. എത്ര കിതാബുകളിൽ, എത്ര ഗ്രന്ഥങ്ങളിലാണ് അവരിത് രചിച്ചു വെച്ചത്, ഇപ്പോഴും അവർ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന എത്ര കിതാബുകളിലാണ് ഇതവർ എഴുതി വെച്ചിട്ടുള്ളത് എന്നറിയാമോ? ഷിയാക്കൾ ഇത്രയും അധമരാണ്, വിശ്വാസം മാത്രമല്ല സംസ്കാരവും ദുഷിച്ചവരാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി സ്വഹാബികളെ ചീത്ത വിളിക്കുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഖുമൈനി അടക്കമുള്ള ആളുകൾ, അവർക്ക് ഏടുകളുണ്ട്. അതായത് സ്വനമൈ ഖുറൈശിനെതിരെയുള്ള ശാപപ്രാർത്ഥന, മനസ്സിലായില്ലേ? ലായനത്ത് ആർക്കെതിരെ? അലാ സനമൈ ഖുറൈശ്, അല്ലായനത്തു അലാ സനമൈ ഖുറൈശ്. അവർക്ക് ഏടുകളുണ്ട്. ആ ഏടുകൾ സുബഹി നിസ്കാരം കഴിഞ്ഞ ഇമാമ് വായിക്കും, ആളുകൾ ആമീൻ പറയും. ഖുമൈനിയൊക്കെ വായിക്കുന്നതിന്റെ വീഡിയോകളുണ്ട്. അതിങ്ങനെ വായിക്കും. എന്താ പറയുക? ആരെ? സനമൈ ഖുറൈശ്. ഖുറൈശിൽ 2 വിഗ്രഹങ്ങളുണ്ട്, അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നഊദു ബില്ലാഹ്. രണ്ടാമത്തത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവരുടെ പേരെടുത്തു പറഞ്ഞ് അവരെ അള്ളാഹു ശപിക്കട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹയെ അള്ളാഹു ശപിക്കട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചവിട്ട് കിട്ടിയിട്ടാണ് ഫാത്തിമ ബീവി മരണപ്പെട്ടത് എന്ന കളവ് ഈ തമ്മാടികൾ എഴുതി വെച്ചിട്ടുണ്ട്. നഊദു ബില്ലാഹ്. ഉമർ റളിയല്ലാഹു എത്ര നീതിമാനായ ഭരണാധികാരിയാണ്! നമുക്കറിയാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു നബിക്കും സ്വത്തിൽ വിറാസത്തില്ല. അറിയാമോ നിങ്ങൾക്ക്? നബിയുടെ സ്വത്ത് പൊതുസ്വത്താണ്. ഏത് നബിയാണെങ്കിലും നബിയുടെ സ്വത്ത് പൊതുസ്വത്താണ്. അത് മക്കൾക്ക് ഓഹരിച്ചു കൊടുക്കാൻ പറ്റൂല. അപ്പൊ നബി മരണപ്പെട്ടപ്പോൾ ഫാത്തിമ ബി ജീവിച്ചിരിപ്പുണ്ടല്ലോ,
മറ്റു മക്കളൊന്നും ജീവിച്ച് ആൺകുട്ടികൾ മരിച്ചുപോയി, മറ്റു പെൺകുട്ടികൾ മരിച്ചുപോയി. സ്വാഭാവികമായിട്ടും ആ സ്വത്തിന് സാധാരണ ഒരു മുസ്ലിമാണ് മരണപ്പെട്ടതെങ്കിൽ അവകാശം ആർക്കാണ്? ഫാത്തിമ റളിയല്ലാഹു കിട്ടണം. ഫാത്തിമ ബീവിക്കറിയാം എനിക്ക് ആ അവകാശമില്ല എന്ന്. എന്നാൽ നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് കിട്ടേണ്ട ഒരു അവകാശം, ഫതക്കിലെ ഒരു സ്വത്ത്, അത് ഫാത്തിമ ബീവിക്ക് അവകാശപ്പെട്ടതാണോ ഇല്ലേ എന്നൊരു സംശയം വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുത്തേക്ക് കുടുംബക്കാർ പറഞ്ഞയച്ചു. ഫാത്തിമ വന്ന് ചോദിച്ചു, ഫതക് പണ്ട് യുദ്ധമുണ്ടായ സമയത്ത് വാപ്പാ വകയിൽ എനിക്കൊരു സ്വത്ത് കിട്ടാനുണ്ടെന്ന് പറയുന്നു, ശരിയാണോ ബൈത്തുൽ മാലിൽ നിന്ന്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പരിശോധിച്ചിട്ട് പറഞ്ഞു, ശരിയല്ല, നിങ്ങൾക്ക് സ്വത്തും കിട്ടാനില്ല. അവർ തിരിച്ചയച്ചു. ഇത്ര ഉണ്ടായിട്ടുള്ള സംഭവം. അതൊരു സംഭവമാണ്. ഒരു അവകാശം ചോദിച്ചു, അവകാശമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ മടങ്ങിപ്പോയി. നബിയുടെ അവകാശം അവർ ചോദിക്കുകയില്ല. കാരണം അവർക്കറിയാം സ്വത്തിന്റെ അവകാശം മക്കൾക്ക് വീതിച്ചു കൊടുക്കാൻ അമ്പിയാക്കൾക്ക് പാടുള്ളതല്ല. പക്ഷെ ഇത് ഷിയാക്കൾ എത്രത്തോളം എന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്ന് മരിച്ചു പോകുന്ന നേരത്തെ ഒരുപാട് സ്വത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് മറ്റൊരു വിഷയം. കുറഞ്ഞ സമ്പാദ്യം, അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങൾ ഇങ്ങനെ വിരലിലെണ്ണാവുന്നത് ചരിത്രങ്ങൾ രേഖപ്പെടുത്തി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സ്വത്ത് ഫാത്തിമ ബീവി ചോദിച്ചതിന്റെ പേരിൽ ഫാത്തിമ ബീവിയെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വയറ്റത്ത് ചവിട്ടി എന്നാ പറയുന്നത്. നഊദു ബില്ലാ, പച്ചക്കളവ്. ഉമർ റളിയല്ലാഹു അൻഹു വധിച്ച ഫിറോസ് അബൂലുഅലത്തിന്റെ ജാറം പൂജിക്കുന്ന ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ കള്ളങ്ങൾ സ്വഹാബികളെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഖുർആൻ പറഞ്ഞെന്തെന്നറിയാമോ? ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. നിങ്ങൾ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിക്കുകയാണെങ്കിൽ അവർ ഹിദായത്തിലാകും. റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹു സ്വഹാബികളെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. ഇങ്ങനെ മറ്റൊരു ജനതയെ കുറിച്ചും പറഞ്ഞിട്ടില്ല. റളിയല്ലാഹു എന്ന് പറയൽ ആരെ കുറിച്ചറിയും? സ്വഹാബികളെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ഏത് കണ്ടവനെ കുറിച്ച്, അണ്ടനെ അടകൊണ്ടിനെ കുറിച്ച് റളിയല്ലാഹു അൻഹു. ഏതോ ഒരുത്തൻ ഒരു ജാറുണ്ടാക്കിയ പിന്നെ റളിയല്ലാഹു അൻഹു ആണ്. താബീങ്ങളെ കുറിച്ച് പോലും റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ പാടുണ്ടോ അല്ലേ എന്നുള്ള തർക്കമാണ്. റളിയല്ലാഹു അൻഹു എന്ന് വിശേഷിപ്പിക്കാപ്പെടാവുന്നവർ ഖുർആൻ കൊണ്ട് ഖണ്ഡിതമായി സ്ഥിരപ്പെട്ട സംഗതിയാണ് സ്വഹാബികളാണ്. അത്രമാത്രം സ്വഹാബികളുടെ മാർഗം നിങ്ങൾ പിൻപറ്റണം. അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫ, എന്റെ ചര്യയും ഖുലഫായുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. ഇഖ്റഉ ബിഅഹദൈൻ ഇഖ്തദു ബിഅഹദൈൻ, നിങ്ങൾ ആ രണ്ടുപേരിൽ ഒരാളെ നിങ്ങൾ പിൻപറ്റണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുയും ഉദ്ദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ കാലശേഷം നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ അബൂബക്കറിനെയും ഉമറിനെയും നിങ്ങൾ മുറുകെ പിടിക്കണം. സ്വഹാബികൾ അവർ ഇജ്മാഅോടുകൂടി പറഞ്ഞ കാര്യം ദീനാണ്. എല്ലാ സ്വഹാബികളുടെ ഇജ്മാഇനെതിരായി ഏതെങ്കിലും ഒരു സ്വഹാബിക്ക് ഒരു വിഷയം അറിയാത്തതിന്റെ പേരിൽ അയാൾ ഒരു തെറ്റായ വിഷയം പറഞ്ഞു പോയാൽ അത് ദീനല്ല. ഏതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്ത് ഒരു സ്വഹാബി, അദ്ദേഹം നബിയുടെ നാട്ടിൽ ജീവിച്ച ആളല്ല, വേറെ നാട്ടിലേക്ക് പോയതുകൊണ്ട് ഈ പുതിയ ദീനുകൾ മുഴുവൻ അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്താണ് മുത്തുഅ വിവാഹം ഹറാമാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹം സ്വഹാബിയാണല്ലോ എന്ന നിലക്ക് അദ്ദേഹം ജീവിക്കുന്ന നാട്ടിൽ ഒരാൾ വന്ന് മുത്തുഅ വിവാഹം നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറ്റുമെന്ന് പറയും. എന്തുകൊണ്ടാണ് പറ്റുമെന്ന് പറയാൻ കാരണം? അത് പറ്റൂല എന്നുള്ള അദ്ദേഹം പഠിച്ചിട്ടില്ല. അതൊരു സ്വഹാബിയാണ്. എന്നാൽ എല്ലാ സ്വഹാബികളും അത് ഹറാമാണ് എന്ന് മനസ്സിലാക്കിയവരാണ്. ഇത് മുത്തയുടെ മാത്രമല്ല, ഏത് വിഷയത്തിലും ഇങ്ങനെ തന്നെ സംഭവിക്കും. എന്നാൽ നേരത്തെ പറഞ്ഞ ആ കുഫറിന്റെ വക്താക്കളായ അബൂ ജഅഫർ അൽ കുലൈനി അയാളുടെ അൽ കാഫിയിൽ എഴുതി വെച്ചത് എന്താണെന്ന് അറിയാമോ? അയാൾ പറയുന്നു, കാനന്നാസു അഹ്ല റിദ്ദത്തിൻ, സ്വഹാബികളൊക്കെ മുർത്തദ്ദുകളായി മാറി ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മരണശേഷം. നബി മരിച്ചതോടുകൂടി എല്ലാവരും മുർത്തദ്ദായി. നബി മരിക്കുന്നവരൊക്കെ അവർ മുസ്ലിമായിട്ടുണ്ട്. നബി മരിച്ചതോടെ അവർ മുർത്തദ്ദായി. ഇല്ലാ സലാസ, 3 പേരൊഴികെ. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ബൈഅത്ത് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നില്ലാത്ത 3 ആളുകൾ. ഫഖുൽതു, അപ്പൊ ചോദിച്ചു അബൂ ജഅഫറിനോട്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊരാൾ ചോദിച്ചു, ഈ റിവായത്ത്, ഈ കഥ റിപ്പോർട്ട് ചെയ്യുന്നവൻ ചോദിച്ചു, വമനി സലാസ, ആ 3 പേർ ആരാണ്? മുർത്തദ്ദാകാത്ത 3 സ്വഹാബികളിലെ മുർത്തദ്ദാകാത്ത 3 പേർ ആരാണ്? ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അൽ മിഖ്ദാദ് ബിനു അസ്വദ്. അബൂ ജഅഫറിലേക്ക് ചേർത്തിട്ടായി പറയുന്നത് 6ാമത്തെ ഇമാമിലേക്ക് ചേർത്തിട്ട്. അപ്പൊ 6ാമത്തെ ഇമാം പറഞ്ഞു, അൽ മിഖ്ദാദ് ബിനുൽ അസ്വദ് വ അബൂ ദർറിൽ ഗിഫാരി വ സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി വ ബറകാതുഹു അലൈഹിം എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ് മജ്ലിസിയും ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഷിയാക്കളുടെ ഉസൂലിൽപ്പെട്ടതാണ് സ്വഹാബികളിൽ കുഫർ ആരോപിക്കുക. ഉസൂൽ കാഫി തന്നെ കാണാം, അന്നൽ ഖുലഫാ സലാസത വ ബഖിയത്തു സ്വഹാബത്തി കഫറു. ഈ 3 സ്വഹാബികളെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സ്വഹാബികളും കാഫറായി. എങ്ങനെ കാഫറായി? ബിൻകാരിഹിം വിലായത്ത അലി ഇബ്നു അബി താലിബ്, അലിയാണ് ഖലീഫ ഇമാമാകേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ വിലായത്തിനെ നിഷേധിച്ചതുകൊണ്ട്. വഅന്ന കുല്ലന്നാസി ബഅദ വഫാത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇർതദ്ദു ഇല്ലാ സലാസ അൽ മിഖ്ദാദ് വ അബൂ ദർർ വ സൽമാനുൽ ഫാരിസി. നേരത്തെ പറഞ്ഞ 3 സ്വഹാബികൾ ഒഴികെ നബിയുടെ വഫാത്തിന് ശേഷം മറ്റെല്ലാ സ്വഹാബികളും കാഫറായി പോയി എന്നാണ് ഇവരുടെ വിശ്വാസം. നഊദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? മൻ സബ്ബ സ്വഹാബി,
ആരെങ്കിലും എന്നെ സ്വഹാബികളെ ചീത്ത വിളിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്. കണ്ടോ, സ്വഹാബികളെ ശപിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ശാപമുണ്ട്. വലഅനത്തു റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപമുണ്ട്. വമലായികത്തിഹി, അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, എല്ലാ സത്യവിശ്വാസികളും സ്വഹാബികളെ ശപിക്കുന്നവരെ ശപിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പഠിപ്പിച്ചത്. സ്വഹാബികളെ കുറിച്ച് എത്ര മോശമായ വിശ്വാസമാണ് ഇവർ വെച്ചു പുലർത്തുന്നത് പരിശോധിക്കണം. മനസ്സിലായില്ലേ? അലി ശരീഅത്തി എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിൽ ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. ഇസ്ലാമിനെ വഞ്ചിക്കാൻ വേണ്ടി വന്ന ഛിദ്രശക്തികൾക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും ഭരണകൂടത്തിന്റെയും കേന്ദ്രങ്ങളിൽ അദ്ദേഹം സ്ഥാനം നൽകി ആദരിച്ചു. ഇസ്ലാമിനും ജാഹിലിയത്തിനും ഇടയിലെ ഒരു ഇടക്കണ്ണിയായിട്ടാണ് ഉസ്മാൻ വർത്തിച്ചതെന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അത് ശരിയായിരിക്കും. നഊദു ബില്ലാഹ്. ഇത് മലയാളത്തിൽ എഴുതപ്പെട്ട IPH ഒക്കെ വിതരണം ചെയ്യുന്ന രക്തസാക്ഷ്യം എന്ന് പറയുന്ന പുസ്തകം. ഇത് അലി ശരീഅത്തി എന്ന തെമ്മാടിയുടെ പ്രഭാഷണമാണ്. ഇറാൻ വിപ്ലവത്തിന് വേണ്ടി അദ്ദേഹം നാടുനീളെ നടത്തിയ പ്രഭാഷണങ്ങളിൽ ഒന്നാണ്. വീണ്ടും അദ്ദേഹം എഴുതുക, വൃത്തികെട്ട ദുഷ്പ്രഭുത്വത്തിന് കടന്നു വരാൻ അദ്ദേഹം സൗകര്യം ഒരുക്കി. ആരോപണം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ സ്വഹാബത്തിൽ ശിർക്ക് എത്രത്തോളം അറിയാമോ? ഉസ്മാന്റെയും പ്രതിവിപ്ലവത്തിലൂടെ ജാഹിലിയത്തിന് തിരിച്ചു കൊണ്ടുവരാൻ തക്കം പാർത്തിരുന്നവരുടെയും കൈ ഒന്നാമതായി നീണ്ടത് അലിയുടെ നേർക്കായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അലിയെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ കാഫർ എഴുതി വെച്ചിരിക്കുന്നത്. അലി ശരീഅത്തി. ഈ അലി ശരീഅത്തിയുടെ പുസ്തകങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പവിത്രമായി കൊണ്ടുനടക്കുന്നുണ്ട്. വീട്ടിലൊന്ന് ഷെൽഫിൽ പോയി നോക്കണം വല്ലതുണ്ടോ എന്നുള്ളത്. തീ കത്തിച്ച് കളയാം. ഈ കാഫര്യങ്ങളുടെ പുസ്തകം നമ്മൾ കൊണ്ടുനടക്കേണ്ടത്. രക്തസാക്ഷ്യം. ഇവിടെ NDF പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയ ദിവസം ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കി വെച്ചോ. ബാംഗ്ലൂരിൽ എംപവർ കോൺഫറൻസ് നടക്കുമ്പം സൗജന്യമായി വിതരണം ചെയ്യപ്പെട്ടിരുന്ന ഈ പുസ്തകം, അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അവിടുന്ന് വന്നൊരു സഹോദരൻ തന്നാണ്. ബാംഗ്ലൂരിൽ NDF നിരോധിച്ചതിന് ശേഷം അവർ അവിടെ സൗജന്യമായി ബാംഗ്ലൂരിൽ വിതരണം ചെയ്ത പുസ്തകത്തിൽ മലയാളത്തിലെ രക്തസാക്ഷ്യം എന്ന് പറയുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്നും അലി റളിയല്ലാഹു അൻഹുവിനെതിരെ അദ്ദേഹം വാളെടുത്തിരുന്നു എന്നും പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമുണ്ട്. എന്റെ കയ്യിൽ ആ പുസ്തകത്തിന്റെ കോപ്പിയുണ്ട്. നാട്ടിലുടനീളമുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളെ ആദരിക്കുന്ന, അവരെ അനുകരിക്കുന്ന, അവരിൽ ദീൻ പഠിക്കുന്ന യഥാർത്ഥ സലഫുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ പിഴച്ച കറുത്ത വിശ്വാസങ്ങളിൽ നിന്നും നമ്മുടെ പഠനവും ഈമാനും ഇഖ്ലാസും കാരണമായി അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.